നിങ്ങളുടെ കമ്പ്യൂട്ടർ ചിലപ്പോൾ ഭയങ്കര ഫാസ്റ്റും ചിലപ്പോൾ ഭയങ്കര സ്ലോവും ആവുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു ക്ലിക്കിൽ കാര്യങ്ങൾ നടക്കും, പക്ഷേ ഒരു ഫയൽ സേവ് ചെയ്യാൻ ചിലപ്പോൾ കുറേ സമയമെടുക്കും. ഇതിന് പിന്നിൽ കമ്പ്യൂട്ടറിലെ പല ഭാഗങ്ങൾ തമ്മിലുള്ള ഒരു അദൃശ്യമായ ഏകോപനമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനത്തിൽ നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് ഇത്ര സ്മാർട്ടായി പല ജോലികളും ഒരുമിച്ച് ചെയ്യാൻ പഠിച്ചതെന്നാണ്. ഒരു എവല്യൂഷൻ സ്റ്റോറി പോലെ. CPU-വിന്റെ ആ കാത്തിരിപ്പിൽ തുടങ്ങി ഇന്ന് കാണുന്നൊരു IO സിംഫണി വരെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം ഏറ്റവും അടിസ്ഥാനപരമായൊരു പ്രശ്നത്തിൽ നിന്ന് തന്നെ. അതായത് കമ്പ്യൂട്ടറിന്റെ ബ്രെയിനായ CPU ഭയങ്കര വേഗതയുള്ള ഒന്നാണ്. എന്നാൽ കീബോർഡ്, ഹാർഡ് ഡ്രൈവ് പോലെയുള്ള IO ഉപകരണങ്ങൾ അവ വളരെ പതുക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഈ വേഗതയിലുള്ള ഭയങ്കരമായ വ്യത്യാസമാണ് ഇവിടത്തെ പ്രധാന പ്രശ്നം. അതെ, ഇതാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അല്ലേ? നമ്മുടെയൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും തോന്നുന്നൊരു കാര്യമാണിത്. ഇതിന്റെ ഉത്തരം കിട്ടുമ്പോഴേക്കും കമ്പ്യൂട്ടർ എങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഈ സ്ലൈഡിലെ കണക്കുകളിലേക്കൊന്ന് നോക്കിയേ. ആ വ്യത്യാസം കണ്ടോ? ഭയങ്കര വലുതാണ്. CPU ഒരു സൂപ്പർസോണിക് ജെറ്റ് ആണെങ്കിൽ IO ഡിവൈസുകൾ ഒരു കാളവണ്ടി പോലെയുള്ളൂ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? CPU അതിന്റെ വിലപ്പെട്ട സമയം മുഴുവൻ ഈ പതുക്കെയുള്ള ഡിവൈസുകൾക്ക് വേണ്ടി വെറുതെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഈ സ്പീഡിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ആദ്യത്തെ ഐഡിയ എന്തായിരുന്നു? നമുക്കതിലേക്ക് കടക്കാം. അതാണ് പ്രോഗ്രാംഡ് IO അല്ലെങ്കിൽ PIO. ഇതൊന്നു തരം ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് അത്ര എഫിഷ്യൻ്റ് ഒന്നും ആയിരുന്നില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ CPU ഒരു IO ടാസ്കിനു വേണ്ടി ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആണ്. അത് ആ ഡിവൈസിനോട് ഇങ്ങനെ നിർത്താതെ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഹേ, നിന്റെ പണി കഴിഞ്ഞോ? അടുത്തത് ചെയ്യാൻ റെഡിയാണോ എന്ന്. ഈ കാണുന്നതുപോലെ CPU ഒരു ലൂപ്പിലങ്ങ് സ്റ്റക്കായി പോവുകയാണ്. ഡിവൈസ് റെഡിയാണോ എന്നിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമയത്ത് CPU-ന് വേറൊരു പണിയും ചെയ്യാൻ പറ്റില്ല. പണ്ടത്തെ കമ്പ്യൂട്ടറുകളിൽ ഒരു ഫയൽ സേവ് ചെയ്യുമ്പോഴോ കോപ്പി ചെയ്യുമ്പോഴോ സിസ്റ്റം മൊത്തത്തിൽ ഹാങ് ആവുന്നത് ഓർമ്മയുണ്ടോ? അതിന് പിന്നിലൊരു കാരണം ഇതായിരുന്നു. വിലപ്പെട്ട പ്രോസസ്സിംഗ് ടൈം മുഴുവൻ വെറുതെ പോവുകയാണ്. ഈ ഉപമ കറക്റ്റല്ലേ? ഒരു ലോങ് ഡ്രൈവിന് പോകുമ്പോൾ കുട്ടികൾ എത്താറായോ എന്ന് നിർത്താതെ ചോദിക്കുന്നത് പോലെ പ്രോഗ്രാംഡ് IOയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതുതന്നെയാണ്. CPU-വിന്റെ വിലപ്പെട്ട സമയം മുഴുവൻ ഈ കാത്തിരിപ്പിൽ വെറുതെ വേസ്റ്റായി പോകുന്നു. അതെ, ഇത് ഭയങ്കര വേസ്റ്റാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, CPU-വിനെ ഈ കാത്തിരിപ്പിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം? മറ്റു ജോലികൾ ചെയ്യാൻ അതിനെ എങ്ങനെ ഫ്രീ ആക്കാം? ആ എത്താറായോ എന്ന ചോദ്യം അത്ര നല്ല ഐഡിയ അല്ലാത്തതുകൊണ്ട് അതിലും എത്രയോ മികച്ചൊരു സൊല്യൂഷൻ വന്നു. അതാണ് ഇന്ററപ്റ്റുകൾ. ഇതാണ് ശരിക്കും മൾട്ടി ടാസ്കിങ്ങിന് വഴി തുറന്നത്. CPU-വിന്റെ ഉപയോഗം ഒരുപാട് മെച്ചപ്പെടുത്തിയതും ഈയൊരു കണ്ടുപിടുത്തമാണ്. ഇവിടെ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. CPU പോയി ചോദിക്കുന്നതിന് പകരം ഡിവൈസ് ഇങ്ങോട്ട് വന്ന് പറയുന്നു. അതായത് CPU കാത്തിരിക്കാതെ മറ്റു ജോലികൾ ചെയ്തോളൂ. എപ്പോഴാണോ IO ഡിവൈസിന്റെ പണി കഴിയുന്നത് അപ്പോൾ അത് CPU-വിന് ഒരു സിഗ്നൽ കൊടുക്കും, ഒരു ഇന്ററപ്റ്റ്. നമ്മളൊരു പാക്കേജിന് വേണ്ടി എപ്പോഴും വാതിലിന് മുന്നിൽ പോയി നോക്കുന്നതിന് പകരം ഡെലിവറി വരുമ്പോൾ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതുപോലെ തന്നെ. ഈ ഡയഗ്രം നോക്കിയാൽ ഇന്ററപ്റ്റിന്റെ പവർ കൃത്യമായിട്ട് മനസ്സിലാവും. കണ്ടോ? IO ഡിവൈസ് അതിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ CPU വെറുതെ ഇരിക്കുന്നില്ല, അത് വേറെ പ്രോഗ്രാമുകൾ റൺ ചെയ്യാണ്. ജോലി കഴിയുമ്പോൾ ഒരു ചെറിയ ഇന്ററപ്റ്റ് വരുന്നു, അത് ഹാൻഡിൽ ചെയ്തിട്ട് CPU പഴയ പണിയിലേക്ക് തിരികെ പോകുന്നു. നിങ്ങളൊരു വലിയ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോഴും സ്ക്രീനിൽ മൗസ് ഒട്ടും സ്റ്റക്ക് ആവാതെ മൂവ് ചെയ്യാൻ പറ്റുന്നതിന്റെ പിന്നിലെ മാജിക് ഇതാണ്. ഇന്ററപ്റ്റുകൾ ഒരു വലിയ സംഭവം തന്നെയായിരുന്നു, ഒരു സംശയവുമില്ല. പക്ഷെ ഒരു വലിയ ഗെയിം ഫയലോ അല്ലെങ്കിൽ ഒരു 4K സിനിമയോ ഒക്കെ കോപ്പി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു വലിയ വീഡിയോ ഫയൽ ലോഡ് ചെയ്യാൻ CPU-വിന് ആയിരക്കണക്കിന് തവണ ഇന്ററപ്റ്റ് കിട്ടുന്നു. ഓരോ ചെറിയ ഡേറ്റ കഷ്ണത്തിനും CPU-വിന്റെ ശ്രദ്ധ മാറ്റുന്നത് മൊത്തത്തിലുള്ള പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു വഴി വേണം. അങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് മെമ്മറി ആക്സസ് അല്ലെങ്കിൽ DMA-യിലേക്ക് എത്തുന്നത്. ഇതിനെ നമുക്ക് ജോലി ഔട്ട്സോഴ്സ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് കാണാം. CPU എന്ത് ചെയ്യും? ഡേറ്റ ട്രാൻസ്ഫർ എന്ന ജോലി മുഴുവനായിട്ട് DMA കൺട്രോളർ എന്നൊരു സ്പെഷ്യൽ ഹാർഡ്വെയറിനെ ഏൽപ്പിക്കും. എന്നിട്ട് പറയും, ഈ ജോലി മുഴുവൻ നീ ചെയ്തോ, എല്ലാം കഴിയുമ്പോൾ എന്നെ ഒന്ന് അറിയിച്ചാൽ മതിയെന്ന്. ഈ ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. CPU DMA കൺട്രോളറിനോട് എന്ത് ചെയ്യണം, എവിടെ നിന്ന് എവിടേക്ക് ഡാറ്റ മാറ്റണം എന്ന് ഒറ്റത്തവണേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് ആ വലിയ ഡേറ്റ ട്രാൻസ്ഫർ മുഴുവൻ നടന്ന് തീരുമ്പോൾ മാത്രം CPU-വിന് ഒരൊറ്റ ഇന്ററപ്റ്റ് കിട്ടും. ഒരൊറ്റ ഒന്ന്.
ആ സമയം മുഴുവൻ CPU-വിന് നിങ്ങളുടെ വെബ് ബ്രൗസറോ മറ്റ് ആപ്ലിക്കേഷനുകളോ സുഗമമായി പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്രധാനപ്പെട്ട രീതികളും കണ്ടുകഴിഞ്ഞു. ഓരോന്നും ഓരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു. ഇനി ഒരു മോഡേൺ കമ്പ്യൂട്ടറിൽ ഇതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ടേബിൾ നോക്കുമ്പോൾ ഈ 3 രീതികളും തമ്മിലുള്ള വ്യത്യാസം വളരെ ക്ലിയറാണ്. പ്രോഗ്രാംഡ് IO എത്താറായോ എന്ന് ചോദിക്കുന്നത് പോലെ, ഇന്ററപ്റ്റുകൾ ഒരു ഡെലിവറി നോട്ടിഫിക്കേഷൻ പോലെ. എന്നാൽ DMAയോ അത് വലിയ ജോലികൾക്ക് ഒരു മൂവിംഗ് ടീമിനെ തന്നെ വാടകയ്ക്കെടുക്കുന്നത് പോലെയാണ്. ഓരോന്നിനും അതിൻ്റേതായ ഉപയോഗവും സ്ഥാനവുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഒരു വലിയ ഓർക്കസ്ട്രയിലെ കണ്ടക്ടറെ പോലെയാണ്. ഈ പറഞ്ഞ എല്ലാ രീതികളെയും വളരെ ബുദ്ധിപരമായിട്ടാണ് അവ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. ഒരു ഹൈബ്രിഡ് അപ്രോച്ചാണ് ഇന്നത്തെ സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് ഓരോ ജോലിക്കും ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് തിരഞ്ഞെടുക്കും. നിങ്ങൾ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് ഇൻട്രപ്റ്റുകൾ ഉപയോഗിക്കും. എന്നാൽ ഒരു വലിയ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ DMA പശ്ചാത്തലത്തിൽ ആ ജോലി ഏറ്റെടുക്കും. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് അത്രയും സ്മൂത്ത് ആയ ഒരു കമ്പ്യൂട്ടിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ, പ്രോഗ്രാംഡ് IOയിൽ CPU വെറുതെ കാത്തിരിക്കുന്നു. ഇൻട്രപ്റ്റുകളിൽ ജോലി കഴിയുമ്പോൾ ഡിവൈസ് CPU-നെ അറിയിക്കുന്നു. എന്നാൽ DMAയിലോ CPU ആ ജോലി തന്നെ വേറൊരാളെ ഏൽപ്പിച്ചു മാറി നിൽക്കുന്നു. അപ്പോൾ അടുത്ത തവണ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരു വലിയ ഫയൽ കോപ്പി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരേ സമയം ഒരുപാട് പ്രോഗ്രാമുകൾ ഒരുമിച്ച് ഓടിക്കുമ്പോഴോ ഒന്നോർക്കുക, നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ വേഗതയ്ക്ക് പിന്നിൽ അതിന്റെ പ്രോസസ്സർ മാത്രമല്ല, CPU-ന്റെ ഒരു നിമിഷം പോലും പാഴാവാതെ നോക്കുന്ന ഈ അദൃശ്യമായ ഒരു ഡാൻസ് കൂടിയുണ്ട്.